2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം എടുത്ത് 13-ാമത്തെ വാക്യം. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ സംസാരിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ വിശ്വാസത്തിന്റെ അതേ ആത്മാവ് ഞങ്ങൾക്കുള്ളതിനാൽ ഞങ്ങളും വിശ്വസിക്കുന്നു, അതുകൊണ്ട് സംസാരിക്കുന്നു. ഇവിടെ പൗലോസ് പറയുകയാണ്, വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ്, ഞാൻ വിശ്വസിക്കുന്നു, അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നു. സ്തോത്രം. അതേ വിശ്വാസത്തിന്റെ ആത്മാവ് എന്നിലുള്ളതിനാൽ ഞാനും വിശ്വസിക്കുന്നു, അതുകൊണ്ട് ഞാനും സംസാരിക്കുന്നു. ഇന്ന് പകൽ നിരാശപ്പെട്ട് എഴുന്നേറ്റ് പോകാനല്ല, വിശ്വാസത്തിന്റെ അതേ ആത്മാവ് നിന്റെ അകത്തുള്ളത് കൊണ്ട് നീയും വിശ്വസിക്കണം. എത്ര പേര് അതിന് ആമയും പറയും? എനിക്കെന്തോ പരിശുദ്ധാത്മാവ് ഒരു ബോധ്യം തരിക, അമ്മ ഇന്ന് ഇവിടുന്ന് എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് ആഴമേറിയൊരു വിശ്വാസത്തിന് ഉടമയാകണം. സാഹചര്യങ്ങൾക്കെതിരെ വിശ്വസിക്കുക, പ്രതിസന്ധികൾക്കെതിരെ വിശ്വസിക്കുക, പോരാട്ടങ്ങൾക്കെതിരെ വിശ്വസിക്കുക. നിന്റെ കുടുംബത്തിൽ വലിയ കാര്യങ്ങൾ നടക്കാൻ പോവുക. ഇന്ന് ആരാധന തീരുന്നതിന് മുമ്പ് വിശ്വസിക്കുന്നവൻ സംസാരിക്കണം. വിശ്വസിക്കുന്നവൻ. മോറിയാമല മോൻ്റെ കൈക്ക് പിടിച്ചോണ്ട് കയറുമ്പം ഈ മോൻ അപ്പനോടൊരു ചോദ്യം ചോദിച്ചു, അപ്പ തീയുണ്ട്, വിറകുണ്ട്, കത്തിയുണ്ട്, യാഗവസ്തു എവിടെ? നീയാടാ പൊന്നുമോനെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചില്ല. പിടിച്ചോ, അബ്രഹാമിന്റെ വാക്ക് നീ കേട്ടോണം. സ്തോത്രം. 22-ാം അധ്യായം 8-ാം വാക്യം. ദൈവം തനിക്ക് ഹോമയാഗത്തിനൊരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും. മോനോട് പറയാ, ദൈവം എൻ്റെ കാര്യം നോക്കിക്കൊള്ളും. വിശ്വാസം ഉണ്ടല്ലോ, ഒരു സ്തോത്രം പറയാവൂ. ദൈവം എനിക്ക് വേണ്ടി ആ കാര്യം ചെയ്യാൻ പോവാ. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, ഈ വർഷം തീരുന്നതിന് മുമ്പ് നിന്റെ കാര്യം ദൈവം നോക്കുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ ആശ്ചര്യമാകത്തക്കവണ്ണം നിനക്ക് വേണ്ടി ദൈവം കരുതി വെച്ചത്, ദൈവം സൂക്ഷിച്ചു വെച്ചത്, ദൈവം ആ കാര്യം നോക്കിക്കോളും. വേറെ ആര് നോക്കുന്നതിനേക്കാളും. ഓ ഹല്ലേലൂയ. ഇന്നൊരു വിശ്വാസം പറയാമോ? എൻ്റെ കാര്യം ദൈവം നോക്കിക്കോളും. ഒന്ന് കൈ ഉയർത്തി പിടിച്ചോ, എൻ്റെ കാര്യം ദൈവം നോക്കിക്കോളും. ഒരു വിശ്വാസം പറയാം, എൻ്റെ കാര്യം. നിന്നെ ഓർത്ത് നാട്ടുകാർക്ക് ഇച്ചിരി ആശങ്കയുണ്ട്, അവിടെ വീട്ടിൽ എന്തോ ആവും. ഒന്നും ആകത്തില്ല, എൻ്റെ കാര്യം ദൈവം നോക്കിക്കോളും. ജീസസ്. വിശ്വാസം പറഞ്ഞ് മല കയറിയവൻ മറുപടി കയ്യെ പിടിച്ചോണ്ട് ഇറങ്ങി വരികയാ. ഞാൻ ഇന്ന് ഈ ആരാധന നടക്കുമ്പോൾ പറയാ, ഇന്ന് ഇങ്ങോട്ട് വന്ന് സ്റ്റെപ്പ് കയറി വന്നത് വിശ്വാസം പറഞ്ഞാണെങ്കിൽ മറുപടി ഞാൻ കൈക്ക് പിടിച്ചോണ്ട് തിരിച്ചു പോകാൻ. ഓ യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിന്റെ അകത്ത് ആ പ്രവൃത്തി നടക്കാൻ പോകുകയാ. വിശ്വസിക്കുന്ന നിന്റെ കുടുംബത്തിൽ ആ പ്രവൃത്തി നടക്കാൻ പോകുകയാ. വിശ്വസിക്കുന്ന നിന്റെ തലമുറയിൽ. ഓ ഇന്നൊരു വിശ്വാസം പറയാോ. പൗലോസ് തിമോത്തിയോസിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം. ആമേൻ. തിമോത്തിയോസിന്റെ ലേഖനത്തിലെ ഒരു വാക്യം നിങ്ങളുടെ മനസ്സിലോട്ട് ഞാനത് കൊണ്ടുവരട്ടെ, എന്നിട്ടൊരു ദൂതിലോട്ട് നിങ്ങളുടെ മനസ്സിനെ കൊണ്ടുപോവാണ്. തിമോത്തിയോസിന്റെ 2-ാം ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യം എടുത്തു നോക്കിയേ. 5-ാമത്തെ വാക്യം എടുത്തു നോക്കിയേ. 5-ാമത്തെ വാക്യം. വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മ ലോവീസിലും അമ്മ യുനീക്കയിലും ഉണ്ടായിരുന്നു, നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. തിമോത്തിയോസേ, നിന്റെ അകത്തൊരു വിശ്വാസമുണ്ട്. അത് നിന്റെ വലിയമ്മയിലുണ്ടായിരുന്നു, നിന്റെ അമ്മയിലുണ്ടായിരുന്നു, നിന്നിലും ഉണ്ടായിരുന്നു. ഒന്നുകൂടെ വായിച്ചു കേൾപ്പിച്ചേ. ആ വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മ ലോവീസിൽ തുടങ്ങി, അമ്മ യുനീക്കയിലേക്ക് അത് വന്നു, നിന്നിലും ഉണ്ടെന്ന് നിന്നിലും ഉണ്ട്. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, നിന്നിൽ തുടങ്ങണം വിശ്വാസം. അത് നിന്റെ തലമുറ കൈമാറണം. എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റുമോ? തകർക്കുമെന്ന് നിന്നോട് വെല്ലുവിളിക്കുന്ന ദുഷ്ടശക്തിയുടെ വെല്ലുവിളിയുടെ മുമ്പിൽ നീ എടുത്ത വിശ്വാസം, നീ പിടിച്ച വിശ്വാസം, നീ പ്രാർത്ഥിച്ചപ്പോൾ ലഭിച്ച വിശ്വാസം, അത് നിന്നിൽ നിൽക്കരുത്, നിന്റെ മക്കളിലേക്ക്. ഓ ഹല്ലേലൂയ. കണ്ടോ, ചിലരുടെ കുടുംബ പശ്ചാത്തലം മാറുന്നു, ചിലരുടെ പാരമ്പര്യം മാറുന്നു. നിന്റെ അപ്പന്റെയും അമ്മയുടെയും പാരമ്പര്യത്തിൽ ഇല്ലാത്തത് നിന്റെ പാരമ്പര്യത്തിൽ ഉണ്ടാകുന്നു. ഓ ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ചിലരെയൊക്കെ കർത്താവ് നോക്കി പറയുക, ഹല്ലേലൂയ, എന്തോ പുതിയതൊന്ന് ആരംഭിക്കാൻ പോവാ, എന്തോ പുതിയതൊന്ന്. ചില മേഖലകളൊക്കെ ദൈവം ബ്ലോക്ക് ചെയ്യാൻ പോവാ, എന്നിട്ട് പുതിയതൊന്ന് ഓപ്പൺ ചെയ്യാൻ പോവാ. എത്ര പേര് അതിന് ആമീൻ പറയും? നിന്റെ ലൈഫ് ഫെയിൽ ആകത്തില്ല, 100% സക്സസ് ആകും. നിന്റെ അകത്ത് ഫെയ്ത്ത് ഹോളി സ്പിരിറ്റ് തരാൻ പോവാ.
കണ്ടോ കണ്ടോ, യേശുവിൻ്റെ നാമത്തിൽ നിന്റെ വീടിൻ്റെ ശൂന്യത മാറുന്നു, നിന്റെ സന്തതിയുടെ ശൂന്യത മാറുന്നു, നിന്റെ കുടുംബത്തിൻ്റെ ശൂന്യത മാറുന്നു, നിന്റെ തലമുറയുടെ ശൂന്യത മാറുന്നു. വചനം നിന്നോട് സംസാരിക്കുകയാണ്. ഇന്ന് പകൽ വിശ്വസിക്കുന്നവൻ സംസാരിക്കും. വിശ്വാസത്തിന്റെ അതേ ആത്മാവ് എൻ്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് എനിക്ക് ദൈവം വലിയ ബോധ്യം തരിക. എനിക്ക് ഇവിടെ ഇരിക്കുന്ന ചിലരോടൊക്കെ കർത്താവിൻ്റെ ആത്മാവ് പറയുക, ഒട്ടും കുലുങ്ങണ്ട. നിങ്ങളുടെ പാരമ്പര്യത്തിൽ ഒന്നുമില്ലാത്തൊരു കാര്യം യേശുവിൻ്റെ പാരമ്പര്യത്തിൽ നിന്ന് വരാൻ പോവാ. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? നിന്റെ വല്യമ്മ ലോവിസിലും നിന്റെ അമ്മ യുനീക്കയിലും നിന്നിലും ഉള്ള വിശ്വാസം, നല്ല പേരൊക്കെ എഴുതുമ്പം പഠിച്ചു വെച്ചോണം. ദൈവത്തിന് സ്തോത്രം. നിന്റെ വല്യമ്മ ലോവിസിലും നിന്റെ അമ്മ യുനീക്കയിലും നിന്നിലും ആ വിശ്വാസമുണ്ട് എന്ന് ഞാൻ ഉറച്ചിരിക്കുക. എന്നിട്ട് അടുത്തുള്ള വായിച്ചു നോക്കി. ഹല്ലേലൂയ. അതുകൊണ്ട് എന്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള കൃപാവരം ജ്വലിപ്പിക്കണമെന്ന് നിന്നെ ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവത്തിന്റെ ദൂത് പറയാം. വിശ്വസിക്കുന്നവരുടെ മേല കൃപാവരങ്ങൾ വരുന്നത്. നിനക്ക് എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റും? ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, നിന്റെ കുടുംബത്തിൽ ആർക്കുമില്ലാത്തൊരു കാര്യം നിന്റെ കുടുംബത്തിൽ തുടങ്ങാൻ പോവാ. ഹല്ലേലൂയ. എന്തിനാ? തകർക്കാൻ വേണ്ടിയല്ല. ഞാനൊരു സ്തോത്രം, ഒത്തിരി ഫാമിലിയുള്ളൊരു വീട്ടിൽ ജനിച്ചു വളർന്നേ. സ്തോത്രം. 100 കണക്കിന് ഏക്കർ സ്ഥലത്ത് ഞങ്ങൾ ഒന്നിച്ച് ഇങ്ങനെ താമസിക്കുക. ഒരു കള്ളൻ പോലും ഒരു വീട്ടിൽ കയറിയാൽ ഓടിപ്പോയാൽ അപ്പുറത്തെ വീട്ടിൽ ഫോൺ വിളിച്ച് പറഞ്ഞാൽ പോലും അവനെ പിടിക്കാൻ പറ്റും. അത് ഒരു വീട്ടുകാരും ഇടയ്ക്കില്ല. അതിനിടയ്ക്ക് വെച്ചാണ് ഞാൻ യേശുവിനെ കണ്ടുമുട്ടിയത്. ഹല്ലേലൂയ. എൻ്റെ കുടുംബത്തിൽ ആർക്കുമില്ലാത്തൊരു അനുഗ്രഹം എൻ്റെ കുടുംബത്തിൽ ഇറങ്ങി. അതിന്റെ കാരണം എന്നാണെന്നറിയാമോ? സ്തോത്രം. ആർക്കുമില്ലാത്തൊരു വിശ്വാസം എന്നിൽ തുടങ്ങി. ഇന്ന് ഞാൻ വിശ്വസിക്കുന്ന യേശുവിലായ എൻ്റെ കുഞ്ഞുങ്ങൾ വിശ്വസിക്കുന്നത്, അവരുടെ പിള്ളേരും വിശ്വസിക്കുന്ന ആ യേശുവിലാ. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവത്തിന്റെ ദൂത് പറയാം. വിശ്വസിക്കുന്ന നിന്നിലൂടെ പുതിയൊരു പാരമ്പര്യം രൂപപ്പെടാൻ പോവാ. ഹല്ലേലൂയ. ഒരു ചോദ്യം ഞാൻ ചോദിക്കാം. സാഹചര്യങ്ങൾക്കെതിരെ ഒരു വാക്ക് വിശ്വസിക്കാൻ നീ തയ്യാറാണോ? ഇന്ന് ഇവിടുന്ന് പോകുമ്പോൾ എന്തോ കിട്ടി. യോഗത്തിന് പോയിട്ട് ഒരു വലിയ വിശ്വാസം കിട്ടി. ശത്രുവിനെ മുട്ടുകുത്തിക്കുന്ന വിശ്വാസം, പിശാചിനെ അടിയറ വെപ്പിക്കുന്ന വിശ്വാസം, മന്ത്രവാദങ്ങളെ ദൂരെ അകറ്റുന്ന വിശ്വാസം, ഒരു ശക്തിക്ക് നിന്നെ തൊടാൻ പറ്റാത്ത വിശ്വാസം, യേശുവിലേക്ക് അടുപ്പിക്കുന്ന വിശ്വാസം, പ്രാർത്ഥിക്കുന്ന യെസ്. ഹല്ലേലൂയ. നമുക്ക് ഇച്ചിരി ഗഹനമായിട്ട് വരാം. കർത്താവ് പഠിപ്പിച്ച കൂട്ടത്തിൽ വിശ്വാസത്തിൻ്റെ ഒരു തലത്തെക്കുറിച്ച് കർത്താവ് പഠിപ്പിച്ചു. ആ തലം എന്താണെന്ന് അറിയാമോ? കടുകുമണിയുടെ അത്രയും വിശ്വാസം. എന്തുവാ ഈ കർത്താവ് എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞപ്പം നമ്മൾ സിമ്പിൾ എന്ന് തോന്നിയ കാര്യമാണ് കർത്താവ് എടുത്തേ. കടുകില്ലാത്ത വീടുണ്ടോ? ഇവിടെ ഇരിക്കുന്ന ആരുടെയും വീട്ടിൽ കടുകില്ലാത്ത വീടുണ്ടോ? മലയാളിയോടാണ് ഞാൻ പറയുന്നത്. സായിപ്പിൻ്റെ വീട്ടിൽ കടുക് കാണത്തില്ലായിരിക്കും ചിലപ്പോൾ, പക്ഷെ നമ്മുടെ വീട്ടിൽ എന്തോ ഉണ്ട്. ഈ കർത്താവ് ഉപമയ്ക്കെല്ലാം എടുത്തതേ നമ്മുടെ വീട്ടു സാധനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സ്തോത്രം. സ്വർഗരാജ്യത്തെ വെളിപ്പെടുത്തുക പുളിച്ച മാവിനോട് സദൃശ്യം. പുളിച്ച മാവിനോട് മാവൊക്കെ അരച്ചിട്ട് ഒന്ന് പുളിക്കാനായിട്ട് വെക്കും, മിക്സ് ചെയ്ത്. പിറ്റേന്ന് ഇല്ലേ? തെറ്റിയോ? ശരിയല്ലേ? പക്ഷെ അത് മലയാളിയുടെ, ഞാൻ പറഞ്ഞ മലയാളിക്ക് വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. സായിപ്പൊന്നും മാവ് കലക്കി വെച്ച് പുളിപ്പിക്കുവോ? ഞാൻ കേട്ടിട്ടില്ല. ഇതൊക്കെ പിന്നെ പറയുക വയലിൽ ഒളിച്ചു വെച്ച നിധി. ഇതൊക്കെ നമ്മുടെ കാര്യമാണ്. ശ്രദ്ധിച്ചു കേട്ടെ. മീൻ പിടിക്കുന്ന വല ദൈവരാജ്യത്തിന് ഉപയോഗിക്കുക. സ്തോത്രം. എല്ലാം കർത്താവ് പറയും. അപ്പൊ നമുക്ക് വേണ്ടി തന്നെയായത്. ഇപ്പൊ കർത്താവ് പറയാം, നിങ്ങൾക്ക് എത്രയും വിശ്വാസമാ? കടുകുമണിയോളം. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, ചില എംറ്റിയായ ഹൃദയങ്ങളിൽ ഇന്ന് കടുകിന്റെ അത്രയുമുള്ള വിശ്വാസം ചിലപ്പോൾ രൂപപ്പെടും. അത് രൂപപ്പെട്ട് കഴിഞ്ഞാൽ നിന്റെ ലൈഫിൽ ചില മിറക്കിൾസ് ദൈവം ചെയ്യും.